നമ്മള് ഡെയിലി ലൈഫിൽ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ടല്ലേ, ഒരുപാട് ആൾക്കാര്. പക്ഷെ അതിൽ ചില ആളുകളുടെ ഫേസ് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്, ശ്യാമിലത്ത. ഞാൻ അവരെ ഫസ്റ്റ് ടൈം കാണുന്നത് പാലിയേറ്റീവ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം അവരെ കാണുന്നത്. അവർ കിടക്കായിരുന്നു. അപ്പൊ കിടക്കുന്നിടത്ത് അവർക്ക് ഒറ്റയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കൂടെ ജിഷ സിസ്റ്റർ ഉണ്ടായിരുന്നു. ജിഷ സിസ്റ്ററാണ് ശ്യാമിലത്താനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ച് അറിഞ്ഞു തന്നപ്പോഴൊക്കെ ശ്യാമിലത്തയ്ക്ക് SMA എന്നിട്ടുള്ള കണ്ടീഷൻ ആയിരുന്നു, സ്പൈനൽ മസ്കുലർ അട്രോഫി. ശ്യാമിലത്ത ഒരു 10ാം ക്ലാസ് വരെ ഒരു നോർമൽ ലൈഫ് പോയിരുന്ന ഒരാളായിരുന്നു. പക്ഷെ 10ാം ക്ലാസ്സിന് ശേഷമായിരുന്നു ശ്യാമിലത്തയ്ക്ക് കണ്ടീഷൻ വരുന്നതൊക്കെ. മസിൽസിന്റെ സ്ട്രെങ്ത് ഒക്കെ പതിയെ നഷ്ടപ്പെട്ട് തുടങ്ങുന്നത്. ഇപ്പൊ അവർക്ക് ഒരു 30s കടന്നിട്ടുള്ള ഒരു ലേഡിയാണ് അവര്. ആ വീട്ടില് ശ്യാമിലത്ത ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അവരുടെ പേരൻസ് ഇന്ന് അവരുടെ കൂടെ ഇല്ല, അവര് മരിച്ചുപോയി. പിന്നെ സിബ്ലിങ്സ് ഒന്നും ഇല്ല, പക്ഷെ അവര് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. സത്യം പറഞ്ഞെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്കൊന്ന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാനോ അല്ലെങ്കിൽ ഒന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റിരിക്കാനോ സാധിക്കാത്ത ശ്യാമിലത്ത ആ വീട്ടിലെ എല്ലാ പണികളും A to Z പണികളും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് അതെങ്ങനെ അവരെ കൊണ്ട് സാധിക്കുന്നതെന്നുള്ളത്. ഒരു പക്ഷേ നാളെ അവർ കിടപ്പിലായേക്കാം, പക്ഷെ നാളത്തെ കുറിച്ച് ചിന്തിക്കാതെ ഇന്നെങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. ഭയങ്കര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, ഭയങ്കര പോസിറ്റീവായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇന്നെങ്ങനെ പോവാം എന്നുള്ളതാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. ലൈഫിൽ ചില സമയത്തെങ്കിലും ഞാനടക്കം വരുന്ന എല്ലാവരും ഫെഡപ്പായി മടുത്തു, ഇനി പറ്റില്ല എന്ന് പറയുന്നിടത്ത് നിന്നിട്ട് ശ്യാമിലത്തയുടെ ഫേസാണ് എനിക്ക് എപ്പോഴും ഇൻസ്പയർ ആവുന്നത്. നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാവും ഇതുപോലുള്ള ഒരുപാട് ആൾക്കാർ. അവരെ പറ്റി ഒന്ന് കമന്റ് ചെയ്യൂട്ടാ.